വാർത്തകൾ വിശദമായി. ആകാശം മുട്ടിയ ആവേശത്തിമിർപ്പിൽ ആലപ്പുഴ നെഹ്റു ട്രോഫി ജലമേള. 19 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 74 വള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു. സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വള്ളംകളി ഉദ്ഘാടനം ചെയ്തു. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടത്തുമെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. പുന്നമടയുടെ, ആലപ്പുഴയുടെ മാത്രമല്ല കേരളത്തിൻ്റെ ആകെ ലോകത്തെ അറിയിക്കുന്ന ജലോത്സവമാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്നുള്ളത് നമുക്കറിയാം. കേരളം ലോകത്തിന് മുമ്പാകെ തുറന്നു വെച്ച ജലോത്സവമാണ് നെഹ്റു ട്രോഫി വള്ളംകളി. കേരളത്തിലെ ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടൂറിസം ഇവന്റുകളിൽ ഒന്നും കൂടിയാണ് ഈ വള്ളംകളി. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 2-ാം ശനിയാഴ്ച സംഘടിപ്പിക്കുന്ന ഈ വള്ളംകളി ഇത്തവണ നീണ്ടുപോയതിൻ്റെ കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ചൂരൽമല ദുരന്തം നമ്മുടെയൊക്കെ മനസ്സിൽ ഉണങ്ങാത്തൊരു മുറിവായി നിൽക്കുകയാണ്. ആ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് അന്നത്തെ ഇത്തരം പരിപാടികളാകെ മാറ്റിവെച്ചത്. എന്നാൽ പിന്നീട് അത് നടത്തുവാൻ വേണ്ടി നമ്മളൊക്കെ കൂടി തീരുമാനിക്കുകയായിരുന്നു. 1952 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ആലപ്പുഴ സന്ദർശനമാണ് ഇത്തരമൊരു വള്ളംകളി മത്സരത്തിന് കാരണമായതെന്നുള്ളത് നമുക്കറിയാം. ആലപ്പുഴക്കാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് വള്ളംകളിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കുട്ടനാട്ടിലെ വിവിധ കരക്കാരും കായൽ തീരത്തെ ക്ലബ്ബുകളും ആഴ്ചകൾ നീളുന്ന, മാസങ്ങൾ നീളുന്ന പരിശീലനമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. വമ്പൻ ചുണ്ടൻ വള്ളങ്ങൾ മുതൽ ചെറിയ ഓടിവള്ളങ്ങൾ വരെ ഇതിൻ്റെ ഭാഗമായി പങ്കുകൊള്ളുന്നു എന്നുള്ളതാണ്. കായലിൽ വള്ളംകളി സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ ഉള്ള ശ്രമമാണ് പൊതുവെ ടൂറിസം വകുപ്പ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി നെഹ്റു ട്രോഫി വള്ളംകളിക്ക് 1 കോടി രൂപയുടെ പ്രത്യേക ഗ്രാന്റ് അനുവദിക്കാൻ ടൂറിസം വകുപ്പ് സർക്കാർ തീരുമാനിച്ച വിവരം ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടി ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓണാഘോഷങ്ങൾ, സർക്കാർ പരിപാടികൾ മാറ്റിവെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നെഹ്റു ട്രോഫി വള്ളംകളി നീണ്ടുപോയത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെല്ലാവരും ചൂണ്ടിക്കാട്ടുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നമുക്ക് അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു. കുറേ മാസങ്ങളുടെ തയ്യാറെടുപ്പ് അതിന് വേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. എന്നാൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് സംഘടിപ്പിക്കണമെന്നുള്ള ടൂറിസം വകുപ്പിൻ്റെ നിലപാട് സർക്കാരിനെ അറിയിക്കുകയും അതിൻ്റെ ഭാഗമായി CBLന്റെ ബോർഡ് അടുത്ത 2 ദിവസത്തിനുള്ളിൽ വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ച സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. CBL ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എല്ലാ നിലയിൽ നമുക്ക് ഈ വർഷം തന്നെ സംഘടിപ്പിക്കണമെന്നുള്ള ആഗ്രഹമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഈ ജില്ലയിലെ 2 മന്ത്രിമാരുമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി. ഈ ജില്ലയിലെ ജനപ്രതിനിധികളുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി. ഈ ജില്ലയിലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു. അധികം വൈകാതെ തന്നെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ മറ്റ് തീരുമാനങ്ങൾ നമുക്ക് പ്രഖ്യാപിക്കാനാകും എന്ന വിവരവും വളരെ ആഹ്ലാദത്തോടുകൂടി നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ നടത്തിപ്പിന് വിനോദസഞ്ചാര വകുപ്പ് 1 കോടി രൂപ ഗ്രാന്റ് അനുവദിക്കുമെന്ന് വിനോദസഞ്ചാര പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രഖ്യാപിച്ചു. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വള്ളംകളിയുടെ വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് ടൂറിസം വകുപ്പ് ശ്രമിക്കുന്നത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഈ വർഷം തന്നെ നടത്താനാണ് സർക്കാർ ആലോചിക്കുന്നതെന്നും ഉടൻ ബോർഡ് യോഗം വിളിക്കുമെന്നും മന്ത്രി പറഞ്ഞു.
ആലപ്പുഴക്കാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വള്ളംകളി സംസ്ഥാനത്തെ ഏറ്റവും പ്രധാന വിനോദസഞ്ചാര പരിപാടി കൂടിയാണ്. കേരളം ലോകത്തിന് സമ്മാനിച്ച ജലോത്സവമാണ് വള്ളംകളിയെന്നും നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിൻ്റെ ആകെ ജലോത്സവമായി മാറട്ടെ എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ആലപ്പുഴയുടെ ആവേശവും വികാരമാണ് നെഹ്റു ട്രോഫി ജലോത്സവമെന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഒന്നാമത്തെ വള്ളംകളിയുടെ ഒന്നും കാലത്ത് ഉണ്ടായിരുന്നവരല്ല എൻ്റെ തലമുറയിൽപ്പെട്ടവർ. പക്ഷേ ഇന്ന് ഈ 70ാമത്തെ വർഷത്തിലേക്ക് എത്തുമ്പോഴും ഈ നാട്ടിൽ ഇപ്പോൾ ആദ്യമായി കളി കാണാനെത്തുന്നവരുൾപ്പെടെ വള്ളംകളി കാണാനെത്തുന്നവരുൾപ്പെടെയുള്ളവർക്ക് ആവേശത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് എത്തുന്നത് അത് ഈ വള്ളംകളി മാത്രം സമ്മാനിക്കുന്നൊരു പ്രത്യേകതയാണ്. വയനാട്ടിലെ ചൂരൽമലയിലും പെട്ടിമുടിയിലുമെല്ലാം ഉണ്ടായ സമാനതകളില്ലാത്ത ദുരന്തങ്ങൾ നമ്മളെയെല്ലാം വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വള്ളംകളി ഒന്ന് മാറ്റിവെക്കേണ്ടതായി വന്നു. കേരളം വിറങ്ങലിച്ച് നിൽക്കുന്ന ആ ദിവസങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല, ഒന്നിനെക്കുറിച്ചും ആലോചിക്കാനും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് വള്ളംകളിയും മാറ്റിവെക്കേണ്ടി വന്നു. അനിശ്ചിതമായൊരു മാറ്റിവെക്കലായിരുന്നില്ല അത്. ചിലരെങ്കിലും ചിന്തിച്ചു കാണും വള്ളംകളി നടക്കുകയൊന്നുമില്ല എന്ന്. പക്ഷേ നമുക്ക് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒക്കെ ഇടങ്ങൾ സൃഷ്ടിച്ചെടുത്തേ മതിയാവുകയുള്ളൂ. എല്ലാത്തിനും നമുക്ക് എല്ലാ കാലത്തേക്കുമായി അവധി പറയാൻ കഴിയുകയും ഇല്ല. അതുകൊണ്ട് നമ്മൾ വള്ളംകളി വീണ്ടും നടത്തുന്നതിന് നിശ്ചയിച്ചു. ഇന്നത്തെ തീയതിയിലേക്കെത്തി. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ, നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സംഘാടകർക്ക്, ഇത് ബോട്ട് ക്ലബ്ബുകൾക്ക്, തുഴച്ചിൽക്കാർക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ രീതിയിലും എല്ലാം ഒരുങ്ങിയിരിക്കുന്നതിനിടയിലാണ് നമ്മൾ എല്ലാം ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ആ ദുരന്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മാറ്റിവെക്കേണ്ടി വന്നപ്പോൾ ഉണ്ടായ വൈഷമ്യങ്ങൾ ഏറെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാലും നമുക്ക് ഇപ്പോൾ ഈ ബോട്ട് റേസ് നടത്താനായി വെള്ളത്തിൽ ഒരു വലിയ മാമാങ്കം നടക്കുകയാണ്. നമുക്ക് വിശേഷിപ്പിക്കാൻ വാക്കുകളില്ലാത്ത തരത്തിലുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാർന്ന ഒരു ജലമാമാങ്കത്തിനാണ് ആലപ്പുഴയുടെ സ്വന്തം ഒളിമ്പിക്സ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നിനാണ് ഈ നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിലൂടെ സാക്ഷിയാവുന്നത്. കുട്ടനാടിൻ്റെ കായൽ പരപ്പുകളിൽ എത്രയോ ഇടങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരങ്ങൾക്ക് എല്ലാം ആവേശം പകർന്നു കൊടുക്കുന്ന ഒന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്നുള്ളത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആദ്യം മാറ്റിവെച്ചുവെങ്കിലും ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും ഇടങ്ങൾ സൃഷ്ടിക്കാനുള്ള സർക്കാർ തീരുമാനപ്രകാരം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. നെഹ്റു ട്രോഫി ജലമേളയെ ആലപ്പുഴയുടെ ഒളിമ്പിക്സ് എന്ന് വിശേഷിപ്പിക്കാമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വയനാട് ദുരന്തത്തെ അനുസ്മരിച്ചുകൊണ്ട് നടത്തിയ മൗന പ്രാർത്ഥനയോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നെഹ്റു പ്രതിമയിൽ മന്ത്രി P.A. മുഹമ്മദ് റിയാസ് പുഷ്പാർച്ചന നടത്തി. സതേൺ നേവൽ കമാൻഡ് വൈസ് അഡ്മിറൽ V. ശ്രീനിവാസ് മാസ്റ്ററിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. കുടിക്കുന്നിൽ സുരേഷ് MP 2023 നെഹ്റു ട്രോഫി മാധ്യമ അവാർഡ് ജേതാക്കൾക്ക് മെമൻഡോ വിതരണം ചെയ്തു. മന്ത്രി മുഹമ്മദ് റിയാസ് ക്യാഷ് അവാർഡും മന്ത്രി P. പ്രസാദ് സർട്ടിഫിക്കറ്റുകളും ജേതാക്കൾക്ക് നൽകി. NTBR സുവനീറിന്റെ പ്രകാശനം PP ചിത്തരഞ്ജൻ MLA, ചങ്ങനാശ്ശേരി MLA A. ജോബ് മൈക്കിളിന് നൽകി നിർവഹിച്ചു. H. സലാം MLA മുഖ്യാതിഥികൾക്കുള്ള മെമൻഡോ കൈമാറി. MLA-മാരായ തോമസ് K. തോമസ്, U. പ്രതിഭ, ദലീമ ജോജോ, ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ KK ജയമ്മ എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷം നെഹ്റു ട്രോഫി നേടിയ വള്ളത്തിന്റെ ക്യാപ്റ്റനായ അലൻ 3 തൈക്കൽ തുഴച്ചിൽക്കാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. RK കുറുപ്പ് ബോട്ട് ക്യാപ്റ്റന്മാരെ പരിചയപ്പെടുത്തി. NTBR സൊസൈറ്റി ചെയർപേഴ്സണും ജില്ലാ കളക്ടറുമായ അലക്സ് വർഗീസ് സ്വാഗതവും സെക്രട്ടറിയും സബ് കളക്ടറുമായ സമീർ കിഷൻ നന്ദിയും പറഞ്ഞു. വിൻ മീഡിയ, ആലപ്പുഴ.